നമസ്കാരം, വെൽക്കം ടു ഓസ്റ്റ. ഇന്ന് നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ട് ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ചൂടാക്കിയെടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് ഉള്ള തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തേങ്ങ ഇപ്പോൾ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് 1 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കര അലിയിച്ചു വെച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെറിയ തീയിൽ നന്നായി വേവിച്ചെടുക്കാം. പൈനാപ്പിൾ ശർക്കര പാനിയിൽ കിടന്ന് നന്നായി വെന്ത് വരുന്നത് വരെ ചെറിയ തീയിൽ ഇത് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. പൈനാപ്പിൾ ഇപ്പോൾ ശർക്കരയിൽ കിടന്ന് നന്നായി കുറുകി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയുടെ 2ാമത്തെ പാല് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുറുക്കി വേവിച്ചെടുക്കാം. ഇപ്പോൾ പൈനാപ്പിളും തേങ്ങാപ്പാലും ശർക്കരയും എല്ലാം കൂടി നന്നായിട്ട് കുറുകി തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ എടുത്തു വെച്ചിട്ടുള്ള 1ാമത്തെ പാല് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഇളക്കി വേവിച്ചെടുക്കാം. ഇതിലേക്ക് 4 ഏലക്കായ ചതച്ചത് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചെടുത്തതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പൈനാപ്പിൾ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കശുവണ്ടിയും കുറച്ച് ഉണക്കമുന്തിരിയും വറുത്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു ചെറിയ കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് ചൂടാക്കിയെടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കശുവണ്ടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ടുകൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇനി കശുവണ്ടിയും മുന്തിരിയും പായസത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്കിതെടുത്ത് സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.